മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്ക് തോട്ടം ആയ കനോലി പ്ലോട്ട് എന്ന പേരിലുള്ള നിലമ്പൂർ തേക്ക് തോട്ടം. അപ്പോൾ ഇവിടേക്കാണ് ഇപ്പോൾ ഇന്ന് നമ്മളെ യാത്ര. ഇവിടെ ടിക്കറ്റ് ചാർജ് 40 രൂപ, പിന്നെ ജങ്കാറ സർവീസ് അതിനുള്ള ചാർജ് 50 രൂപ, അങ്ങനെയാണ്. അപ്പോൾ രാവിലെ 9 മണി മുതൽക്ക് വൈകുന്നേരം 4:30 വരെ ഇവിടെ പ്രവേശന സമയമാണ്. ഞാൻ രാവിലെ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ആ ഒരു തുറക്കുന്ന സമയത്തോടു കൂടി തന്നെ വന്ന് ആ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തുന്നത്. അപ്പം ഇനി ജങ്കാറിൽ കയറാൻ വേണ്ടിയിട്ടാണ്. നേരെ എങ്ങനെ പോട്ടെ. ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്നത്തെ കലക്ടർ HV കനോലിയുടെ നിർദ്ദേശപ്രകാരം ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന ശ്രീ ചാത്തുമേനോൻ 1846 ഈ തേക്ക് തോട്ടം നട്ടുപിടിപ്പിച്ചത്. 5.7 ഏക്കർ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. നിലമ്പൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരത്തിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പലതരത്തിലുള്ള മരങ്ങൾ, അതുതന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകമായിട്ട് കാണേണ്ടത് തന്നെയാണ്. ആ ഒരു അന്തരീക്ഷം നമ്മളെപ്പോഴും ഒരു കാടിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ അതിന് പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ വളരെ പ്രസിദ്ധമായ സ്ഥലം കൂടിയാണ്. പലതരത്തിലുള്ള കണ്ടോ, കൊടംപുളി, ചെത്തിക്കൊടുവേലി, നീലക്കൊടുവേലി, ഇലിപ്പ, പലതരത്തിലുള്ള ഇതുണ്ട്. നമ്മൾ ഈ ഔഷധ ഗുണമുള്ളത് തന്നെയാണ്. ചെറുനാരകം, മൈലാഞ്ചി, അശോകം ഒക്കെ കാണാം അവിടെ. അപ്പോൾ ചാലിയാർ കുതിരപ്പുഴ സംഗമം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇനി ജങ്കാർക്ക്. ഇപ്പോൾ ജങ്കാറിനുള്ള ടിക്കറ്റ് അത് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അവിടുന്ന് 50 രൂപ ടിക്കറ്റ്. അതൊക്കെ ടിക്കറ്റ് എടുത്ത് പിന്നെ നേരെ അതിൻ്റെ ഒരു എൻട്രൻസിൻ്റെ അവിടേക്ക് ഇങ്ങനെ എത്താനായി. കാടിൻ്റെ ആ ഒരു കാഴ്ച അതൊരു മനോഹരം തന്നെയാണ്. പലതരത്തിലുള്ള മരങ്ങൾ തന്നെയാണ്. വള്ളിപ്പടർപ്പുകൾ എല്ലാം കണ്ടില്ലേ. അപ്പോൾ ഏതായാലും നമ്മളിവിടെ എത്തി. ഇനിയിപ്പോൾ അങ്ങേ കരയിലേക്കാണ് പോകേണ്ടത്. കണ്ടോ, നല്ല മനോഹരമായ ആ ഒരു
കാഴ്ച തന്നെയാണിത്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങേക്കരയിലേക്ക് ഇങ്ങനെ പോകുന്നു. അത് അത്യാവശ്യം അതിനുള്ളൊരു ഇപ്പോൾ ആളുകൾ ആയിക്കഴിഞ്ഞാൽ, ഇങ്ങനെ സന്ദർശകർ ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തിക്കും. അങ്ങേ കരയിൽ എത്തി. ഇനി ഇവിടേക്കുള്ള ഇവിടുത്തെ കാഴ്ചകളാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. അപ്പോൾ ജങ്കാറിൽ നിന്ന് കടന്ന് ജങ്കാർ കടന്ന് ഇവിടെ എത്തി, ഇങ്ങേക്കരയിൽ. ഇവിടെ നല്ല വലിയ പലതരത്തിലുള്ള മരങ്ങളുമുണ്ട്. ബിഗ്ഗസ്റ്റ് ട്രീ, ഇതെല്ലാ ഡീറ്റെയിൽസും ഇവിടെ എഴുതിയിട്ടുണ്ട്. വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ട് വെച്ചാൽ ഒരുപാട് പേര് സന്ദർശകരായിട്ടുണ്ട്. നമ്മൾ പിന്നെ നമ്മളെ അവരെ ഉൾപ്പെടുത്തിയിട്ടല്ലല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അല്ലാതുള്ള ഭാഗങ്ങൾ മാത്രം നമ്മൾ ഈ ഒരു കാടിൻ്റെ ഭംഗി അത് ചിത്രീകരിക്കുക. ഇപ്പോൾ ഒരുപാട് സന്ദർശകർ വരുന്ന സമയമാണ്. ഏതായാലും ഇതിലെങ്ങനെ നടക്കാം. നല്ലൊരു കാലാവസ്ഥ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ ആ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഇത് വേറെ കാലാവസ്ഥയാണ്. മരങ്ങളും പ്രകൃതി അത് ഒരു വേറെ തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ. മരങ്ങൾ ഒക്കെ വലിയ വലിയ മരങ്ങളാണ്. അതാണിപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മൾ പറയില്ല ഒരു പ്രധാന അട്രാക്ഷൻ. ഇനിയിപ്പോൾ ഇവിടുന്ന് മടങ്ങി പോകാനായി. ഇപ്പോൾ അങ്ങേ കരയ്ക്ക് പോകണം. നമുക്ക് നല്ല ഉഗ്രം വെയിലുണ്ട്. നല്ല രസമാണ് ഇവിടെ അങ്ങനെ നിന്ന് ഇങ്ങോട്ട് കണ്ടോ ഇവിടെ നോക്കാൻ നല്ലൊരു ഫീലാണ് ഇത്.
ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോരാൻ നേരത്തെന്ന് വെച്ചാൽ ആയിക്കഴിഞ്ഞാൽ അതേപോലെ ഈ ജങ്കാർ സർവീസ് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു കരയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഒന്നിച്ച് കുറച്ച് ആളുകൾ മടങ്ങി വരുന്ന സമയത്തേക്ക് ഇതിങ്ങനെ തിരിച്ചു വരും. പിന്നെ അതിൽ തിരിച്ച് അത് മടക്കം. അപ്പോൾ നമ്മൾ ജങ്കാർ സർവീസ് അതായത് ജങ്കാറിലൊക്കെ പോയി നേരെ അങ്ങേ കര അത് കണ്ട് വന്നു. ഇനിയിപ്പോൾ നേരെ നമുക്കങ്ങനെ പോകാം. ഇത് നമ്മൾ എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗത്തുള്ള കാഴ്ചകളാണ്, അതിൻ്റെ ഒരു വശത്തായിട്ടുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ ഏതായാലും ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിച്ചിട്ട് പോട്ടെ. ഇവിടെ നല്ല കണ്ടോ പായസത്തിൻ്റെ 20 രൂപയ്ക്ക് വീട്ടിലെ പായസം, അത് നോക്കാം. അപ്പോൾ നമുക്ക് അടപ്പായസം ഒന്ന് നോക്കാം, പാകത്തിന് ചൂടുള്ളൂ. ഇത് പായസം നല്ല കൊഴുപ്പും കുറുകിയിട്ടുണ്ട്, മധുരമുണ്ട്. ഇത് തന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.